ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജി എസ് ടി എന്ന സബ്ജക്റ്റിൽ റിട്ടേൺ അണ്ടർ ജി എസ് ടി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് റിട്ടേൺ, എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, അതുപോലെ എത്ര തരം റിട്ടേൺസ് ഉണ്ട്, ജി എസ് ടി ആർ 1, ജി എസ് ടി ആർ 2, 3, 4, 5, 6, 7 തുടങ്ങിയ ടോപ്പിക്കുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി റിട്ടേണുമായി ബന്ധപ്പെട്ടിട്ട് 3 ടൈപ്പ് റിട്ടേണും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫസ്റ്റ് റിട്ടേൺ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജി എസ് ടി എന്ന സബ്ജക്റ്റിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ജി എസ് ടി ഇൻട്രൊഡക്ഷൻ മുതൽ ഇങ്ങോട്ട് റിട്ടേൺ വരെയുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ്, ഈ ക്ലാസ്സുകൾ ബെനിഫിറ്റായിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി ടോപ്പിക്കിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് റിട്ടേൺസ് അല്ലേ, പലതരത്തിലുള്ള റിട്ടേൺസ് പഠിച്ചു. ജി എസ് ടി ആർ 1, 2, 3, 4, 5, 6, 7 ഇതെല്ലാം നമ്മൾ എപ്പോഴാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനു പുറമെ ഒരു 3 റിട്ടേണും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തതാണ് ഫസ്റ്റ് റിട്ടേൺ, സെക്ഷൻ 40. അപ്പോൾ ഒരു വ്യക്തി എപ്പോഴാണ് ഫസ്റ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് മെയ്ഡ് ഔട്ട്വാർഡ് സപ്ലൈസ് ഇൻ ദി പീരിയഡ് ബിറ്റ്വീൻ ദി ഡേറ്റ് ഓൺ വിച്ച് ഈ ബിക്കം ലാബിൾ ഫോർ രജിസ്ട്രേഷൻ till the date on which the registration has been granted shall be declared the same in the first return furnished by him after grant registration. ഫസ്റ്റ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്വാർഡ് സപ്ലൈ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സണ് രജിസ്ട്രേഷൻ ചെയ്യാൻ ലാബിളായ ഡേറ്റ് മുതൽ രജിസ്ട്രേഷൻ ഗ്രാൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കിട്ടിയത് വരെയുള്ള ഒരു പീരീഡ് ഉണ്ടാകും. ആ പീരീഡിലുള്ള ടേൺ ഓവറിൻ്റെ റിട്ടേൺ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം റിട്ടേൺ സമർപ്പിക്കണം. ഓക്കെ, ആ റിട്ടേണിനെയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒന്നുകൂടി പറയാം. രജിസ്ട്രേഷൻ ലാബിളായ ഡേറ്റ് മുതൽ. എപ്പോഴാണ് ഒരു വ്യക്തി രജിസ്ട്രേഷന് ലാബിളാവുക? നമ്മൾ പറഞ്ഞു, ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ടേൺ ഓവർ 20 lakhന് മുകളിൽ കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ചെയ്യണം. അല്ലെങ്കിൽ സപ്ലൈ മാത്രം ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ടേൺ ഓവർ 40 lakhൻ്റെ മുകളിൽ ക്രോസ് ചെയ്യണം. അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിൽ 20 lakh. ഇതൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ടേൺ ഓവർ, ഈ മേൽ പറഞ്ഞിട്ടുള്ള ടേൺ ഓവർ അത് ത്രെഷോൾഡ് ലിമിറ്റിന് മുകളിൽ പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യൽ നിർബന്ധമായി. ഇപ്പോൾ രജിസ്ട്രേഷന് ലാബിലായാൽ അന്ന് തന്നെ രജിസ്ട്രേഷൻ കിട്ടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് രജിസ്ട്രേഷൻ കിട്ടുക. സോ രജിസ്ട്രേഷൻ കിട്ടുന്നത് വരെയുള്ള റിട്ടേൺ എന്ന് ടിൽ ദ ഡേറ്റ് ഓൺ വിച്ച് ദ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഗ്രാൻറ്റഡ്. രജിസ്ട്രേഷൻ കിട്ടുന്നത് വരെയുള്ള റിട്ടേൺ അത് തീർച്ചയായും സമർപ്പിക്കേണ്ടതുണ്ട്. അതിനെയാണ് ഫസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രജിസ്ട്രേഷൻ ഒരു പേഴ്സണ് ലാബിളായിട്ടുള്ളത് 1 ജൂണിലാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഷോൾഡ് ലിമിറ്റ് 20 lakh അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ആ ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷന് ലാബിളായി. അപ്പോൾ ജൂൺ 1 രജിസ്ട്രേഷന് ലാബിളായി. ഓക്കെ, എന്നിട്ട് ഈ രജിസ്ട്രേഷൻ കിട്ടിയത് ആഫ്റ്റർ 1 month എന്ന് വെച്ചാൽ 1 ജൂലൈ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 1 ജൂലൈ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂൺ 1 മുതൽ രജിസ്ട്രേഷൻ ലാബിലായ ഡേറ്റ് മുതൽ ജൂലൈ 1 വരെയുള്ള രജിസ്ട്രേഷൻ കിട്ടിയത് വരെയുള്ള അതിൻ്റെ ടേൺ ഓവറിൻ്റെ റിട്ടേൺ സമർപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. ക്ലിയർ? Further, registered person shall declare his outward supply made during the said period in the first return furnished by him after grant of registration. അല്ലേ, അപ്പോൾ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ ലാബിലായത് മുതൽ രജിസ്ട്രേഷൻ കിട്ടിയത് വരെയുള്ള ആ ഒരു കാലയളവിലുള്ള റിട്ടേൺ രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം? റിട്ടേൺ ഫർണിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു റിട്ടേണിൻ്റെ ഫോർമാറ്റ്, ദ ഫോർമാറ്റ് ഓഫ് ദിസ് റിട്ടേൺ ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് റെഗുലർ റിട്ടേൺ. റെഗുലർ റിട്ടേണിൻ്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് ഈ ഫസ്റ്റ് റിട്ടേൺ ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് റിട്ടേൺ എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ്
ആനുവൽ റിട്ടേൺ. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും വർഷത്തിൽ ഒരു തവണ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? എവരി രജിസ്റ്റേർഡ് പേഴ്സൺ, എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും. ആരൊഴികെ? അതർ ദാൻ SETP കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, NRTP നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ, ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, TDS ടാക്സ് ഡിഡക്റ്റേഴ്സ് അറ്റ് സോഴ്സ്, ടാക്സ് ഡിഡക്റ്റ് കളക്ഷൻ, TDS ആൻഡ് TCS എന്നാണ് അവിടെ പറയുക. ഓക്കെ. ഷാൾ ഫർണിഷ് ആൻ ആനുവൽ റിട്ടേൺ ഇൻ ഫോം GSTR 9 ഫോർ എവരി ഫിനാൻഷ്യൽ ഇയർ ഇലക്ട്രോണിക്കലി ഓൺ ഓർ ബിഫോർ 31st December ഓഫ് ദി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ആരൊക്കെയാണ് ഈ ആനുവൽ റിട്ടേൺ സമർപ്പിക്കേണ്ടത്? എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും. അതർ ദാൻ എന്ന് പറഞ്ഞിട്ട് CTP, NRTP, ISD, TDS, TCS ഇവരൊഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം? ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ ഈ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഏത് ഫോം വഴിയാണ്? ഫോം GSTR 9 വഴിയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ റിട്ടേണും ഫയൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇലക്ട്രോണിക്കലിയാണ് അല്ലേ? ഒക്കെ GST പോർട്ടൽ വഴിയാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്കലി ആയിട്ട് GSTR 9 എന്ന ഫോമിലൂടെ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണ്? അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ 31st December ഓഫ് ദി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 31st December മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഈ ആനുവൽ റിട്ടേൺ ഫർണിഷ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1st April 2021 ടു 31st March 2022 അല്ലേ? അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ആനുവൽ റിട്ടേൺ ഏത് ഡേറ്റിനുള്ളിൽ സമർപ്പിക്കണം? നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22-23 അല്ലേ? നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 31st December മുമ്പായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 31st December 2022 മുമ്പായിട്ട് ആനുവൽ റിട്ടേൺ ഫർണിഷ് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം പ്രകാരം ടാക്സ് പേ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ആ രജിസ്റ്റേർഡ് പേഴ്സണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഏത് ഫോമിലൂടെയാണ്? GSTR 9A എന്ന ഫോമിലൂടെയാണ്. ഓക്കെ. അപ്പോൾ കോമ്പോസിഷൻ സ്കീം അല്ലാത്തവർ എന്ന് വെച്ചാൽ റെഗുലർ സ്കീമാണെന്നുണ്ടെങ്കിൽ, നോർമൽ സ്കീമുള്ളവരാണെന്നുണ്ടെങ്കിൽ GSTR 9 എന്ന ഫോമിലൂടെയും, കോമ്പോസിഷൻ സ്കീമാണെന്നുണ്ടെങ്കിൽ GSTR 9A എന്ന ഫോമിലൂടെയാണ്. ഈ ആനുവൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കൺസോളിഡേഷൻ ഓഫ് ഓൾ മന്ത്ലി ആൻഡ് ക്വാർട്ടർലി റിട്ടേൺ. നമുക്കറിയാം GSTയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്ലി എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഈ എല്ലാ മാസത്തിൻ്റെ മന്ത്ലി റിട്ടേണിൻ്റെ ഒരു കൺസോളിഡേഷനാണ് ആനുവൽ റിട്ടേൺ. അപ്പോൾ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്തവരാണെങ്കിൽ അവർക്ക് മന്ത്ലി റിട്ടേണിൻ്റെ ആവശ്യമില്ല അല്ലേ? അവരെന്ത് ചെയ്താൽ മതി? ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? എല്ലാ ക്വാർട്ടർലി റിട്ടേൺ, 4 ക്വാർട്ടർ ഉണ്ടാവുള്ള ഒരു വർഷം അല്ലേ? അപ്പോൾ ആ ഒരു 4 ക്വാർട്ടറിൻ്റെയും ഒരു കൺസോളിഡേഷനാണ് ഏത്? ഈ ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് ഏത്? ഫൈനൽ റിട്ടേൺ. എന്താണ് ഫൈനൽ റിട്ടേൺ? ആ വേർഡിൽ തന്നെ ഉണ്ട് അല്ലേ? അവസാനത്തെ റിട്ടേൺ. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പുള്ള അവസാനത്തെ റിട്ടേണെയാണ് ഫൈനൽ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ രജിസ്ട്രേഷന് ക്യാൻസൽ ചെയ്യുമ്പോഴാണ് ഫൈനൽ റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈനൽ റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ടത് ഏത് ഫോമിലൂടെയാണ്? GSTR 10 എന്ന ഫോമിലൂടെയാണ്. ഒന്ന് വായിക്കാം. എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ഈസ് റിക്വയർഡ് ടു ഫർണിഷ് എ റിട്ടേൺ അണ്ടർ സെക്ഷൻ 39 subsection 1 ആൻഡ് ഹൂസ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽഡ് ഷാൾ ഫർണിഷ് എ ഫൈനൽ റിട്ടേൺ ഇൻ ഫോം GSTR 10. ഇനി ഡ്യൂ ഡേറ്റ് എന്താ പറഞ്ഞത്? വിത്തിൻ 3 months ഓഫ് ദി ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓർ ദി ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് ക്യാൻസലേഷൻ വിച്ച് എവർ ഈസ് ലേറ്റർ. അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫൈനൽ റിട്ടേണിൻ്റെ ഡ്യൂ ഡേറ്റ് എന്താണ്? രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ ക്യാൻസലേഷന് ഓർഡർ കിട്ടിയ ഡേറ്റ് ഉണ്ടാവില്ലേ? ഈ 2 ഡേറ്റിൽ ഏതാണോ ആദ്യം നടന്ന ഡേറ്റ്, ആ ഡേറ്റ് മുതൽ 3 മാസത്തിനുള്ളിൽ ഈ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യണം, ഫർണിഷ് ചെയ്യണം. ഓക്കെ. ഒരു എക്സാമ്പിൾ പറയാം. ക്യാൻസലേഷൻ്റെ ഓർഡർ കിട്ടിയത് 15th June ക്യാൻസലേഷൻ്റെ ഓർഡർ കിട്ടിയത്. ഓക്കെ. 15th June ഓർഡർ കിട്ടി. എന്നാൽ
ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തത് ജൂൺ 25 ഓക്കെ. അപ്പോൾ ജൂൺ 25 ഈ 2 ഡേറ്റിൽ ആദ്യം ഏതാണ്? ജൂൺ 15 അല്ലേ? അപ്പോൾ ജൂൺ 15 മുതൽ ജൂൺ 15 മുതൽ 3 മാസത്തിനുള്ളിൽ ഈ ഫൈനൽ റിട്ടേൺ എന്ത് ചെയ്യണം? ഫർണിഷ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ 3 റിട്ടേണും ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ലേറ്റ് ഫീ ഫോർ ഡിലേ ഇൻ ഫർണിഷിങ് റിട്ടേൺ. ഈ റിട്ടേൺ ഫർണിഷ് ചെയ്യാൻ ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അതിനെന്ത് ചെയ്യണം? ഒരു ലേറ്റ് ഫീ നമ്മൾ എന്ത് ചെയ്യണം? പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലേറ്റ് ഫീ ഫോർ ഡിലേയിങ് ഇൻ ഫയലിംഗ് റിട്ടേൺ അതർ ദാൻ ആനുവൽ റിട്ടേൺ. ആനുവൽ റിട്ടേൺ ഒഴികെ ബാക്കി എല്ലാ റിട്ടേണിൻ്റെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ റിട്ടേൺ ഒഴികെ ആനുവൽ റിട്ടേൺ ഒഴികെ ഫസ്റ്റ് റിട്ടേൺ ഉണ്ട്, റെഗുലർ റിട്ടേൺ ഉണ്ട്, അതേപോലെ ഫൈനൽ റിട്ടേൺ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ റിട്ടേൺ ഒഴികെയുള്ള റിട്ടേൺ ഫർണിഷ് ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? ഒരു ലേറ്റ് ഫീ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ഫെയിൽ ടു ഫർണിഷ്, ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഫെയിൽ ടു ഫർണിഷ് ഏത്? ഡീറ്റെയിൽ ഓഫ് ഔട്ട്വാർഡ് ആൻഡ് ഇൻവാർഡ് സപ്ലൈ റിക്വയർഡ് അണ്ടർ സെക്ഷൻ 37 and 38. ഓക്കെ. അപ്പോൾ റെഗുലർ റിട്ടേൺ. ദെൻ മന്ത്ലി ഓർ ക്വാർട്ടർലി റിട്ടേൺ അണ്ടർ സെക്ഷൻ 39. സെക്ഷൻ 39 പ്രകാരമുള്ള ക്വാർട്ടർലി ഓർ മന്ത്ലി റിട്ടേൺ. ഫൈനൽ റിട്ടേൺ അല്ലേ? നമ്മൾ ക്യാൻസലേഷന് ഉണ്ടാകുമ്പോൾ ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള റിട്ടേൺ ആണ് ഫൈനൽ റിട്ടേൺ. അപ്പോൾ ഈ തുടങ്ങിയ ഈ റിട്ടേൺ എന്ത് ചെയ്യുക? ഈ ഫർണിഷ് ചെയ്യുന്നതിൽ ഡിലേ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. ഓരോന്നിനും ഡ്യൂ ഡേറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ? ആ ഡ്യൂ ഡേറ്റും കഴിഞ്ഞിട്ട് റിട്ടേൺ ഫർണിഷ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? ലേറ്റ് ഫീ കൊടുക്കണം. ഒരു ദിവസത്തിന് 100 രൂപ വെച്ചിട്ട് ലേറ്റ് ഫീ കൊടുക്കണം. ഏതുവരെ? എത്രയാണോ അത് ഫെയിലിയർ ആവുന്നത്, ആ ഫെയിലിയർ കണ്ടിന്യൂ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം? ആ ലേറ്റ് ഫീ ഒരു ദിവസം 100 രൂപ വെച്ച് കൊടുക്കണം. മാക്സിമം ഫൈൻ എത്ര വരിക? 5000. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പം ഈ റിട്ടേൺ ആനുവൽ റിട്ടേൺ ഒഴികെ ബാക്കി എല്ലാ റിട്ടേണും ഫർണിഷ് ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫീ ഉണ്ട്. ഫീ എത്രയാണ്? 100 രൂപ ഒരു ദിവസത്തേക്ക്, മാക്സിമം 5000 റുപ്പീസ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡിലേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴെന്തുണ്ട്? ലേറ്റ് ഫീ ഉണ്ട്. എത്ര നോക്കാം. എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ഫെയിൽ ടു ഫർണിഷ് ദ ആനുവൽ റിട്ടേൺ റിക്വയർഡ് അണ്ടർ സെക്ഷൻ 44 ബൈ ദി ഡ്യൂ ഡേറ്റ് ഷാൾ ബി ലാബിൾ ടു പേ എ ലേറ്റ് ഫീ. അപ്പോൾ ഈ ആനുവൽ റിട്ടേണും ഫയൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, റിട്ടേൺ ഫർണിഷ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ലേറ്റ് ഫീ എത്രയാണ്? 100 രൂപ പെർ ഡേ അല്ലേ? ഒരു ദിവസത്തിന് 100 രൂപ വെച്ചിട്ട് എത്രയാണോ ലേറ്റ് ആവുന്നത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ ദിവസവും 100 രൂപ കൂടി വരും. ഓക്കെ. അല്ലെങ്കിൽ മാക്സിമം എത്രയാണ്? 25% ഓഫ് ഹിസ് ടേൺ ഓവർ ഇൻ ദി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ആ ടെറിട്ടറിയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നടന്ന ടേൺ ഓവറിൻ്റെ 0.25%. ഓക്കെ. 25 അല്ല, 0.25%. ഓക്കെ. അത് എമൗണ്ട് എടുക്കുന്നു. അപ്പോൾ മാക്സിമം എത്രയാണ് ലേറ്റ് ഫീ വരിക? 0.25% ഓഫ് ടേൺ ഓവർ. ടേൺ ഓവറിൻ്റെ 0.25% കാൽക്കുലേറ്റ് ചെയ്യുക. അതാകും മാക്സിമം എന്ത് വരിക? ലേറ്റ് ഫീ വരിക. ഓക്കെ. ക്ലിയർ? ഓക്കെ. അപ്പോൾ അതാണ് ഈ റിട്ടേണുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് റിട്ടേൺ, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ. ഈ റിട്ടേൺ ഡിലേ വരുത്തി കഴിഞ്ഞാൽ, റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നതിൽ ഡിലേ വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ലേറ്റ് ഫീ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ടാക്സ് റിട്ടേൺ പ്രിപ്പേഴ്സ് എന്ന് വെച്ചാൽ GST പ്രാക്ടീഷണറെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതോട് കൂടിയിട്ട് ഈ ഒരു റിട്ടേൺ എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുമെങ്കിൽ അത് മറ്റുള്ള സ്റ്റുഡൻസിലേക്കും അവർക്കും എന്ത് ചെയ്യുക? എത്തിച്ചു കൊടുക്കുക. ഓക്കെ. താങ്ക് യു.